അമ്മ ടീച്ചറെ, എന്താ പരിപാടി? ഓ, ഞാൻ വെറുതെ സമയം പോണ്ടേ ശിവാനി. അല്ല, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ട്. ഇത്ര നേരത്തെ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ റെഡിയാ. കുറച്ചു നേരം ടീച്ചറിനോട് കത്തി വെച്ചിട്ട് പോവാന്ന് കരുതി. അല്ല, ഇതെന്താ മലയാളം ടീച്ചർ ഇംഗ്ലീഷ് നോവലൊക്കെ ആയിട്ട്? നിന്റെ കളിയാക്കൽ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഒരു മലയാളം ടീച്ചറാകാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യം. എന്ന് കരുതി ഒരു കുട്ടിക്ക് ട്യൂഷൻ പോലും എടുക്കാത്ത എന്നെ ഇങ്ങനെ ടീച്ചറെ എന്ന് വിളിക്കുന്നത് കഷ്ടല്ലേ? ഞാൻ വെറുതെ എന്റെ ചേച്ചി കൂടി ചൊടിപ്പിക്കാൻ വിളിക്കുന്നതല്ലേ. അതിനിത്ര ഫീൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നെ MA മലയാളം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇംഗ്ലീഷ് നോവലും വായിച്ചിരുന്നാ ആരും വിളിച്ച് ടീച്ചറാക്കത്തൊന്നുമില്ല. ഒന്നെങ്കിൽ വീട് എഴുതിയെടുക്കണം, ഇല്ലെങ്കിൽ ഒരു PhD ഒക്കെ എടുത്ത് കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ കയറണം. ഇതിനൊന്നിനും അച്ഛൻ സമ്മതിക്കില്ലല്ലോ. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ സോപ്പിട്ട് സാധിപ്പിച്ചെടുക്കണം. അല്ലാതെ ഇങ്ങനെ ആഗ്രഹം മനസ്സിലിട്ടിരുന്നാ കുറച്ചു കഴിയുമ്പോ ഫ്രസ്ട്രേഷൻ തുടങ്ങും. മോളെ, എന്താ? എനിക്ക് ശ്യാമോളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ശിവാനി, നീ വേഗം പോകാൻ നോക്ക്. എന്താ? അതെ, വേറൊന്നുമല്ല മോളെ. മോടെ പഠിപ്പൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ സമയമായെന്ന് തോന്നുന്നു. അതേക്കുറിച്ച് പറയാനാ ഞാൻ വന്നത്. അച്ഛാ, എനിക്ക് കുറച്ചുകൂടി പഠിക്കണമെന്നുണ്ട്. നീ PG കഴിഞ്ഞില്ലേ മോളെ? ഇനി എന്ത് പഠിക്കാനാ? ടീച്ചിങ് പ്രൊഫഷൻ ആക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അച്ഛാ. അതിന് കുറച്ചുകൂടി പഠിക്കണം. അതെന്തിനാ അങ്ങനെ ഒരു പ്രൊഫഷൻ? അതുകൊണ്ട് എന്താ പ്രയോജനം? അതൊന്നും വേണ്ട. മോൾ അച്ഛൻ പറയുന്നത് കേക്ക്. എന്താ അച്ഛന് പറയാനുള്ളത്? അത് നമ്മുടെ മാധവി ചേച്ചിയുടെ മകൻ ആദർശിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാനാ അച്ഛന്റെ ആഗ്രഹം. മോക്ക് സന്തോഷമായില്ലേ? അച്ഛാ, അത് നീ തൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആദർശ് നിന്റെ മുറച്ചെറുക്കനായതുകൊണ്ടും നിങ്ങൾ തമ്മിൽ കുട്ടിക്കാലം മുതലേ അറിയാവുന്നതുകൊണ്ടും പരിചയക്കുറവിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. മോഡയിൽ ആദർശിന്റെ ഫോൺ നമ്പർ ഇല്ലേ? ഉണ്ട്. അല്ല, അവൻ വിളിക്കാറുണ്ടോ? ഇല്ല. അത് സാരമില്ല. നീ വേണമെങ്കിൽ അങ്ങോട്ട് വിളിച്ചോ, ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയച്ചോ. പിന്നെ ചാടിക്കേറി അങ്ങോട്ട് കല്യാണത്തിന്റെ കാര്യമൊന്നും പറയണ്ട. മാധവി ചേച്ചിയോട് ഞാനത് പറഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇത് നടന്നാല് നമ്മുടെ ഭാഗ്യവാ. ആദർശാണ് ഇനി കമ്പനിയുടെ MD. ദേവ ബിൽഡേഴ്സ് ഇനി അവന്റെ സ്വന്തമാ. മാധവി ചേച്ചിയുടെ സ്വത്തുക്കളും അവനുള്ളതാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അതെല്ലാം നിന്റേത് കൂടെ ആവും. എന്ന് വെച്ചാല് നമ്മുടേതാവും. കമ്പനിയും സ്വത്തുക്കളും എല്ലാം നമ്മുടേതായിട്ട് അച്ഛൻ അതെല്ലാം ഒന്ന് അടക്കി ഭരിക്കണം. അതച്ഛൻ്റെ ഒരു സ്വപ്നവാ. എന്റെ പൊന്നുമോള് വേണം അച്ഛനത് സാധിച്ചു തരാൻ. ഇനി എന്റെ ഏക പ്രതീക്ഷ നീയാ. വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള പ്രായമൊക്കെ എന്റെ മോക്കായി. ഇനി മോളുടെ മനസ്സില് നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് ആദർശാണ് ഉണ്ടാവേണ്ടത്. അവൻ ഉടനെ നാട്ടിലെത്തും. ബാക്കിയൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് സംസാരിക്കാം. ശരി മോളെ, അച്ഛൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെ. ഈ ആലോചന മോക്ക് ഇഷ്ടമായ കാര്യം ഞാൻ ലളിതയോട് പറയട്ടെ. ചേച്ചിക്കുട്ടി, അച്ഛനും തന്നെ പറഞ്ഞു വിട്ടിട്ട് ഇത്ര കാര്യമായ രഹസ്യം പറഞ്ഞത്? കല്യാണക്കാര്യം. എന്റെ ചേച്ചിക്കുട്ടിക്ക് കല്യാണ ആലോചന തുടങ്ങിയോ? എല്ലാം പെട്ടെന്നാണല്ലോ. മനസ്സിൽ വല്ല സാറുമാരും കൂടുകൂട്ടിയിട്ടുണ്ടോ? ഒന്ന് പോവണേ. മനുഷ്യനിവിടെ ടെൻഷനായിട്ട് പാടില്ല. അപ്പോഴാ അവളുടെ ഒരു കുട്ടിക്കളി. ഇനിയിപ്പോ ഇത്ര ടെൻഷൻ എന്തിനാ? ചേച്ചിക്കുട്ടിയുടെ കല്യാണം കഴിയുന്നു, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. എനിക്കിനി PG ഒന്നും ചെയ്യാൻ വയ്യ. എന്നെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറയാം. കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം കെട്ടിയനം കൊണ്ട് ഈ ലോകം മുഴുവൻ കറങ്ങി നടക്കാൻ. അതെ, നീ BSc മാത്സ് ഫൈനൽ ഇയറാ. ലാസ്റ്റ് സെമിസ്റ്റർ എക്സാം തുടങ്ങാറായി. മര്യാദയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതിക്കോണം. അച്ഛൻ കല്യാണം ആലോചിച്ചതേ എനിക്കാ, നിനക്കല്ല. അതുകൊണ്ട് ഇപ്പൊ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണാൻ തുടങ്ങണ്ട.
ഉള്ളിലെ ടീച്ചർ തലപോക്കി തുടങ്ങി. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. എനിക്ക് കോളേജിൽ പോവാൻ സമയമായി. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടുന്ന് പോവാം. തിരിച്ചു വരുമ്പോ അച്ഛൻ പറഞ്ഞ ഡീറ്റെയിൽ വേർഷൻ എനിക്ക് പറഞ്ഞു തരണം, കേട്ടല്ലോ?